അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സൈനു മനോഹരമായ ഒരു സ്വപ്നം കാണുകയാണ്. അതിമനോഹരമായൊരു പൂന്തോട്ടത്തിൽ അവനിങ്ങനെ ഒരു ചാരുബെഞ്ചിൽ ഇങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ ഒരു ഭാഗത്തേക്ക് പോയത്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പൂവെല്ലാം ഇട്ട നല്ല അടിപൊളി ഒരു മനോഹരമായ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് അതിസുന്ദരിയായൊരു പെണ്ണ് തന്നെ നോക്കി നിൽക്കുന്നതാണ് അവൻ കണ്ടത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ആരാണ് ഈ സൈനു എന്ന്. അത് മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ സൈൻ അഹമ്മദ് തന്നെ. അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ട് ഇങ്ങനെ സുഖമായി കിടക്കുമ്പോഴാണ് കോണിപ്പടിയിൽ നിന്ന് നമ്മുടെ സൈനുവിൻ്റെ ഉമ്മച്ചി വിളിക്കുന്നത്. സൈനു, ഡാ, ഈ ചെക്കൻ എന്താ ഇത്ര നേരമായിട്ട് എണീക്കാത്തത്? സമയം എത്രയായി എന്നറിയോ നിനക്ക്? സമയം 9 ആകാൻ പോകുന്നു. നേരത്തെ എണീറ്റ് ഓഫീസിൽ പോകുന്നതാണ് ഈ ചെക്കൻ. എന്തു പറ്റിയാവോ ഇന്ന് എന്നെല്ലാം പറഞ്ഞ് ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സൈനു കണ്ണ് തുറന്നത്. അവൻ വിചാരിച്ചു, ഹോ, എന്ത് മനോഹരമായ സ്വപ്നം. ആരായിരുന്നു ആ പെണ്ണ്? തന്നെ നോക്കി നിൽക്കുന്ന ആ സുന്ദരിയായ പെണ്ണ് ആരായിരുന്നു? ഈ ഉമ്മച്ചി എല്ലാം നശിപ്പിച്ചു. അവളുടെ മുഖം കാണേണ്ടതായിരുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും ഉമ്മച്ചി നശിപ്പിച്ചു കളഞ്ഞു എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അപ്പോഴാണ് ചുമരിലുള്ള ക്ലോക്കിലേക്ക് അവൻ നോക്കുന്നത്. പടച്ചറബെ, സമയം 9 ആവാൻ പോകുന്നു. ഉമ്മച്ചി വിളിച്ചത് നന്നായി. ഇന്നല്ലേ ആ പെൺകുട്ടി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ ദിവസം തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് നേരത്തെ ഓഫീസിൽ എത്തണമെന്ന് കരുതിയതാണ്. ഇന്നലെ കണക്കുകളെല്ലാം നോക്കിയപ്പോഴേക്ക് സമയം കുറേ വൈകി, കിടക്കാൻ വൈകി. അതുകൊണ്ടാണ് എണീക്കാനും വൈകിയത്. നേരത്തെ ഓഫീസിലെത്തി ആ കുട്ടി എത്തുമ്പോഴേക്കും അവിടെ എത്തണമെന്നെല്ലാം കരുതിയതാണ്. എല്ലാം കൈവിട്ടു പോയി. ഉമ്മച്ചി വിളിച്ചത് നന്നായി എന്നെല്ലാം വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ സൈനുവിൻ്റെ ഉമ്മ റൂമിലെത്തി. അല്ല മോനെ, എന്താ മോൻ എണീക്കാത്തത്? ഇന്നലെ വൈകിട്ടാണ് കിടന്നത് എന്ന് തോന്നുന്നു. നിൻ്റെ റൂമിൽ ഞാൻ വെളിച്ചം കണ്ടിരുന്നു രാത്രി വെള്ളം കുടിക്കാൻ അപ്പോൾ എനിക്ക് തോന്നി നീ ഉറങ്ങിയിട്ടില്ല എന്ന്. അതുകൊണ്ടായിരിക്കും നീ എണീക്കാൻ വൈകിയത് അല്ലേ? അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിന്നെ ഉണർത്തേണ്ട എന്നും കരുതിയത്. വേഗം കുളിച്ച് ഫ്രഷായി ഓഫീസിൽ പോകാൻ നോക്ക്. നമ്മൾ അന്ന് കണ്ട പെൺകുട്ടി ഇന്ന് വരും എന്നല്ലേ നീ പറഞ്ഞത്? അവൾ വരുമ്പോഴേക്കും നീ ഓഫീസിൽ എത്തേണ്ടേ? ഇനിയും ഇടന്നാൽ ലേറ്റാവും, പെട്ടെന്ന് എണീക്ക് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ആ ഉമ്മച്ചി, ഇന്നലെ ഒരുപാട് വൈകിയത് കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല നേരത്തെ. അതുകൊണ്ടാണ് എനിക്ക് എണീക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എണീക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അലാറമെല്ലാം വെച്ചിരുന്നു 7 മണിക്ക് തന്നെ, പക്ഷേ അറിഞ്ഞില്ല. സുബഹി നമസ്കരിച്ച് ഞാൻ വീണ്ടും കിടന്നതാണ്. ഞാൻ 5:30 നീച്ച് സുബഹി നമസ്കരിച്ച് വീണ്ടും കിടന്ന് 7 മണിക്ക് അലാറം വെച്ച്, പക്ഷേ എണീക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല മോനെ, ഇവിടുന്ന് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ ഓഫീസിലേക്ക്. പെട്ടെന്ന് റെഡിയായാൽ പെട്ടെന്ന് എത്താൻ കഴിയും. 9:30 നമ്മുടെ ഷോപ്പ് തുറക്കും. അപ്പോഴേക്കുമല്ലേ ആ കുട്ടിയും എത്തൂ. നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ കയറി മുഖമെല്ലാം കഴുകി ഫ്രഷായി താഴെ എത്തിയപ്പോഴേക്കും മേശപ്പുറത്ത് നമ്മുടെ സൈനുവിൻ്റെ ഉമ്മ നല്ല അടിപൊളി ചിക്കൻ കറിയും പുട്ടും അതുപോലെ തന്നെ പത്തിരിയും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ അവനോട് പറഞ്ഞു, മോനെ കഴിച്ചിട്ട് പോ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, ഇല്ല ഉമ്മച്ചി, ഞാൻ ഇനിയും കഴിക്കാൻ നിന്നാൽ ലേറ്റാവും. ഞാൻ അവിടെ ഓഫീസിലെത്തിയിട്ട് അവിടെ സ്റ്റാഫുകളെ കൊണ്ട് അവിടെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ കട, എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു പെട്ടെന്ന് തന്നെ അവൻ ഇറങ്ങി ഓഫീസിലേക്ക്. അങ്ങനെ ഇന്ന് നമ്മുടെ ആമിക്കുട്ടിയുടെ കന്നി യാത്രയാണ്. ജോലിക്കായിട്ടുള്ള ആദ്യത്തെ യാത്രയാണ്. ഇറങ്ങാൻ നേരം അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. കാരണം അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായിട്ടുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന ഒരു നിബന്ധനയുണ്ടായിരുന്നു നമ്മുടെ ആമിക്കുട്ടിക്ക്. റസിയാനോട് അവൾ പറഞ്ഞു, ഉമ്മ, ഉപ്പാനോടും പറയണം,
അപ്പോൾ നമ്മുടെ റസിയ പറഞ്ഞു, മോളെ, നിൻ്റെ ഉപ്പാനോട് പറഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. ആദ്യ ദിവസം തന്നെ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് അത് വിഷമമാകും. പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ അത് എൻ്റെ മോളെ ബാധിക്കും. അപ്പോൾ അത് വേണോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല ഉമ്മ, എനിക്കിത് ശീലമായതല്ലേ. അതുകൊണ്ട് തന്നെ ഉപ്പ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനസ്സിൽ വെക്കുകയൊന്നുമില്ല. എനിക്കത് ശീലമായത് കൊണ്ട് തന്നെ ഞാൻ വിഷമിക്കുകയുമില്ല. ഉപ്പ പറയാനുള്ളത് പറയട്ടെ, എന്നാലും ഉപ്പാനോട് പറയണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വേണം എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ കുളിയെല്ലാം കഴിച്ച് ചായയെല്ലാം കുടിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അവൾ അവളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒറിജിനലും കാര്യങ്ങളും എല്ലാം എടുത്ത് അവൾ ഇറങ്ങുകയാണ്. റസിയ അവൾക്ക് ചോറ്റുപാത്രത്തിൽ ചോറെല്ലാം ആക്കി കൊണ്ടുവന്ന് കൊടുത്തു. മോളെ, ഇത് ഉച്ചയ്ക്ക് ഇത് കഴിച്ചാൽ മതി, പുറത്തു നിന്നൊന്നും കഴിച്ച് വയറ് ചീത്തയാക്കണ്ട, അതുകൊണ്ട് ഇത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ചോറെല്ലാം കൊടുത്തു. അവൾ അത് വാങ്ങി തൻ്റെ ബാഗിൽ വെച്ചു. അങ്ങനെ അവൾ ആദ്യം തന്നെ റസിയാനെ കെട്ടിപ്പിടിച്ച്, ഉമ്മ ഞാൻ പോയി വരട്ടെ, ഉമ്മാൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കണം, എൻ്റെ ജോലിയുടെ ആദ്യ ദിവസമാണ്, ഉമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ അവളോട് പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മാൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. നിനക്ക് അല്ലെങ്കിൽ പിന്നെ ഈ ഉമ്മ ആർക്ക് വേണ്ടിയാണ്, നിങ്ങൾ അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ഈ ഉമ്മ ജീവിക്കുന്നത്, ഉമ്മാൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് അവൾ പോയത് നേരെ റസാക്കിൻ്റെ അടുത്തേക്കാണ്. റസാക്ക് അവിടെ സിറ്റൗട്ടിൽ തന്നെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. റസിയാനോടുള്ള യാത്ര പറച്ചിൽ കണ്ടപ്പോഴേ അവൻക്ക് തോന്നി അടുത്തത് തൻ്റെ അടുത്തേക്കായിരിക്കും വരിക എന്ന്. അതുകൊണ്ട് തന്നെ അവൻ രാവിലെ വായിച്ച പത്രം ആണ്, എന്നാൽ കൂടി അവളെ മൈൻഡ് ചെയ്യണ്ട എന്ന് കരുതി അതെടുത്ത് വായിച്ച വാർത്തകൾ തന്നെ ഒന്നും കൂടി വായിച്ച് ആ പത്രത്തിലേക്ക് തന്നെ കണ്ണും നട്ട് ഇരിപ്പാണ്. നമ്മുടെ ആമിമോൾ വന്ന്, ഉപ്പ അസ്സലാമലൈക്കും, എനിക്ക് ജോലി കിട്ടിയത് ഉപ്പാക്ക് അറിയാമല്ലോ, ഞാൻ പോയി വരാം, ഉപ്പാൻ്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ റസാക്ക് യാതൊരു മൈൻഡുമില്ലാതെ ആ വായിച്ച വാർത്ത തന്നെ വീണ്ടും വായിച്ച് ഇരിക്കുകയാണ്. എന്നാലും ആമിക്കുട്ടിക്കും റസിയാക്കും സമാധാനമായി. മിണ്ടാതിരുന്നല്ലേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആട്ട് പ്രതീക്ഷിച്ചതാണ്. അറിയാമല്ലോ ആമിയുടെ റിസൾട്ട് പറഞ്ഞപ്പോഴുള്ള അവസ്ഥ, ചൂട് പായസം മുഖത്തൊഴിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ നിശബ്ദമായിരുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം, ഒന്നും പറയാതെ എന്നെല്ലാം വിചാരിച്ച് സമാധാനം എന്ന് കരുതി അടുത്തതായി നമ്മുടെ ജമീലത്താൻ്റെ അടുത്ത് ചെന്നു. വല്യമ്മ, അപ്പോൾ ഞാൻ പോയി വരാം കേട്ടോ, എനിക്ക് വല്യമ്മാൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞു. ജോലിയെല്ലാം കിട്ടി, ഇനി അവൾ പോകും എന്നുറപ്പായപ്പോൾ ജമീലത്ത ഒരു കാര്യം വിചാരിച്ചു. ഇനി അവളെ സോപ്പിട്ട് നിന്ന് കയ്യിൽ കിട്ടുന്ന പൈസ എല്ലാം തട്ടിയെടുക്കണം. അതിന് അവളെ ഒന്ന് അവളുടെ അടുത്ത് കൂടിയേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഉള്ളിലെ അസൂയയും കുശുമ്പും മറച്ചു വെക്കാതെ, കാരണം ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൾ ജോലി കിട്ടി ജോലിക്ക് പോവുകയാണ്, അതുകൊണ്ട് തന്നെ തടഞ്ഞാൽ നിൽക്കുകയുമില്ല. ഇനി കിട്ടുന്ന കാശ് എങ്ങനെയും കയ്യിലാക്കണം, അതേ വഴിയുള്ളൂ എന്നല്ല വിചാരിച്ച്, ആ മോളെ വല്യമ്മാൻ്റെ കുട്ടി പോയി വായോ, എന്നിട്ട് പൈസയൊക്കെ നിനക്ക് എത്ര കിട്ടും എന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ആമിക്കുട്ടി പറഞ്ഞു, ഇല്ല വല്യമ്മ, അതെല്ലാം ഇന്ന് പോയാലേ അറിയുള്ളൂ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്തോ വലിയ ജോലിയൊക്കെ അല്ലേ, അതിന് അത്യാവശ്യം പൈസയൊക്കെ കിട്ടാതെ ഇരിക്കുമോ, എന്നാലും എങ്ങനെയായാലും മോള് പോയി വാ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ അമീർ മോനും അതുപോലെ തന്നെ റസാക്കും റസിയയുമെല്ലാം ഈ ഉമ്മാക്ക് ഇത് എന്ത് പറ്റി എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ജമീലത്താനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താണ് പെട്ടെന്നൊരു ഭാവമാറ്റം എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ
അവരെ തന്നെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമീർ മോൻ്റെ അടുത്തെത്തി. മോനെ, ഇത്താക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇത്ത ആദ്യമായി ഒരു ജോലിയിൽ പോവുകയാണ്, നീ ദ്വാ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചിലക്കാതെ പോടി അവിടുന്ന്. പിന്നെ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നേരം വേറെ വല്ലത് ചെയ്യുകയാണെങ്കിൽ ആ സമയം വെറുതെ പോയി കിട്ടില്ല. കടന്നു പോ, അവളുടെ ഒരു ജോലിയും പത്രാസും എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഹാജറ എൻ്റെ അടുത്ത് ചെന്നു. അവളുടെ മറുപടിയും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അവളുടെ ഒരു ജോലി, ഓ പിന്നെ നിനക്ക് ആദ്യമായിട്ടല്ലേ ജോലി കിട്ടുന്നത്, ഞാനിവിടെ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, പോയിക്കോ അവിടുന്ന് എന്നെല്ലാം പറഞ്ഞ് അവളും മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ എന്തായാലും നമ്മുടെ ആമി എല്ലാവരോടും യാത്ര പറഞ്ഞ് ജോലിക്കായി ഇറങ്ങി. ബസ് പോകുന്നതിന് മുൻപ് വേഗം ബസ് സ്റ്റോപ്പിൽ എത്തണം എന്നെല്ലാം വിചാരിച്ച് അവൾ പെട്ടെന്ന് തന്നെ ഓടുകയായിരുന്നു. അങ്ങനെ അവൾ ബസ് ഇറങ്ങിയതും ഒരു ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് നേരെ റാഹത്ത് ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് വിട്ടു. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും അവളുടെ ടെൻഷൻ കൊണ്ട് അവൾ ഒരു ഓട്ടോ വിളിക്കുകയായിരുന്നു. കാരണം ആദ്യ ദിവസം തന്നെ ലേറ്റായാൽ പിന്നെ അതൊരു നമ്മുടെ പിന്നെ ആ ഒരു ജോലിയെ തന്നെ ആ വർഷം മൊത്തം ബാധിക്കും. ആ ഒരു ചിന്തയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഒരു മിനിറ്റ് പോലും ലേറ്റാകരുത് എന്ന് കരുതി അവൾ ഓട്ടോ എടുത്ത് പോരുകയായിരുന്നു. അങ്ങനെ അവൾ അവിടെ വന്ന് ഇറങ്ങി. ധൃതി പിടിച്ചുള്ള അവളുടെ ഓടിവരവ് കണ്ടിട്ട് റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് വന്ന ദിവസം അവളുമായി, ആ പെൺകുട്ടിയുമായി നമ്മുടെ ആമി പരിചയപ്പെട്ടിരുന്നു. ഇഷാന എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ ഓട്ടം കണ്ടതും ഇഷാന പറഞ്ഞു, ടൈം ആകുന്നതേ ഉള്ളൂ, 10 മിനിറ്റ് കൂടിയുണ്ട്, നീ ലേറ്റായിട്ടൊന്നുമില്ല, വിഷമിക്കേണ്ട, നേരെ സാറിൻ്റെ ക്യാബിനിലേക്ക് ചെന്നോളൂ, സാർ പറഞ്ഞിട്ടുണ്ട് നീ വന്നാൽ അങ്ങോട്ട് വിടണമെന്ന്, അങ്ങോട്ട് ചെന്നോളൂ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, താങ്ക് യു ഇഷാന, പേടിച്ചിട്ടൊന്നുമല്ല, ആദ്യ ദിവസം തന്നെ ലേറ്റ് ആവേണ്ടല്ലോ എന്ന് കരുതി ഓടിപ്പോന്നതാണ്. അപ്പോൾ അവൾ ചോദിച്ചു, അല്ല നീ ഓട്ടോയിലാണോ വന്നത്, ഓട്ടോ വന്ന് ഇറങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞു. നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ, ഓട്ടോക്കൊക്കെ വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ടല്ലോ, 1 മിനിറ്റ് പോലും ലേറ്റായാൽ പിന്നെ അത് മനസ്സിലേക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞു. എന്നാൽ നീ വേഗം ചെന്നോളൂ, സാറിൻ്റെ ക്യാബിനിലേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആമി സെയിനിൻ്റെ ക്യാബിനിൻ്റെ ഡോറിൽ മെല്ലെ തട്ടി, മേ ഐ കമിൻ സർ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, യെസ് കമിൻ, വരൂ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആമിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായിരുന്നു ആൾ എത്തിയെന്ന്. യെസ് കമിൻ എന്ന് പറഞ്ഞതും നമ്മുടെ ആമി മെല്ലെ ഡോറ് തള്ളി തുറന്നുകൊണ്ട് അകത്ത് കയറിയപ്പോൾ തന്നെ പതിവിലും സുന്ദരനായി നല്ല സുമുഖനായി സെയിൻ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയാൽ അവൻ സെയിനുമാണ്, എന്നാൽ ഓഫീസിലെത്തിയാൽ സെയിൻ അഹമ്മദ്, സെയിൻ സർ എന്നാണ് എല്ലാവരും അവനെ വിളിക്കുക. അങ്ങനെ അവൻ അവളോട് പറഞ്ഞു, അമാന ഇരിക്കൂ, നിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമെല്ലാം അവിടെ ഓഫീസിൽ ഏൽപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. സാർ, അതെല്ലാം ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നോട് ഇങ്ങോട്ട് സാറിൻ്റെ അടുത്തേക്ക് വരാനാണ് പറഞ്ഞത്, ക്യാബിനിലിരിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞു. അവിടെ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അവളെ ഞാൻ ഏൽപ്പിച്ചതാണ്, ഇനി നീ വരുമ്പോൾ നിനക്ക് ഒരു ടെൻഷനും ബുദ്ധിമുട്ടും വേണ്ട എന്ന് വെച്ച് നിന്നോട് നേരെ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിൻ്റെ ശേഷം അവൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചെയർ ഉണ്ടായിരുന്നു. PA അമാന എന്നെഴുതിക്കൊണ്ട് ആ ചെയർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സെയിൻ പറഞ്ഞു, അങ്ങോട്ട് ഇരുന്നോളൂ, ഇതാണ് നിൻ്റെ ചെയർ, ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ സഹായിക്കുക, ഇവിടുത്തെ കണക്കും കാര്യങ്ങളുമെല്ലാം നോക്കാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എത്തുന്നില്ല,
അതുകൊണ്ടാണ് ഞാനൊരു അസിസ്റ്റൻറ്റിനെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ എൻ്റെ റൂൾസും കാര്യങ്ങളുമെല്ലാം ഞാൻ പറഞ്ഞു തരാം. കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിരിക്കണം. കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് വരണം. അതുപോലെ തന്നെ പോകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ശരിയായി കറക്റ്റാക്കി വെച്ച് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. നിനക്ക് സമയം 5 മണി വരെയാണ്. ആ 5 മണിക്ക് നീ ഇറങ്ങുമ്പോഴേക്കും അന്നന്ന് നിന്നെ ഏൽപ്പിക്കുന്ന എല്ലാ പണികളും കറക്റ്റായി ചെയ്യണം. എനിക്ക് കൃത്യനിഷ്ഠ വളരെ നിർബന്ധമാണ് എന്നെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ സത്യസന്ധത വേണം, കള്ളം പറയരുത്, നേരെ വാ നേരെ പോ, അതാണ് എൻ്റെ രീതി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, അറിയാം സാർ, ഞാനെല്ലാം ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞു. അവൻ ഓക്കെ എന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എന്നാൽ അവിടെ ഇരിക്ക്, നിനക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറേ ഫയലുകളെല്ലാം അവളുടെ മുന്നിൽ എടുത്തു വെച്ചുകൊണ്ട് അവൾക്ക് കാര്യങ്ങളെല്ലാം ഓരോന്നോരോ പറഞ്ഞു കൊടുത്തു. അമാന ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഒരുവിധം കാര്യങ്ങളെല്ലാം അവൾ പഠിച്ചെടുത്തു. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സെയിൻ പറഞ്ഞു അവളോട്, അമാന, ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളൂ. ലഞ്ച് സമയം കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ സ്റ്റാഫുകൾക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്. മുഴുവൻ സമയമൊന്നും ഞാൻ പണിയെടുക്കാറില്ല കേട്ടോ, അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട്. അവൾ പറഞ്ഞു, കുഴപ്പമില്ല സാർ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നാൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെറിയൊരു വേറൊരു സെപ്പറേറ്റ് ക്യാബിൻ പോലെയുണ്ട്. അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ക്യാബിനിന് ആ ഒരു ഗ്ലാസ് ഡോറിലൂടെ അവിടെ ഇരിക്കുന്നവരെ കാണാം. എന്നാലും കുറച്ച് ഇങ്ങനെ പകുതി വരെ മറച്ച് അതിൻ്റെ മേലേക്ക് ഗ്ലാസ് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവളോട് അങ്ങോട്ട് പോയി കുറച്ച് സമയം വേണമെങ്കിൽ ഫോൺ ചെയ്യുകയോ ഫോൺ നോക്കുകയോ വീട്ടിലേക്ക് വിളിക്കുകയോ എല്ലാം ചെയ്തോ, നീ കുറച്ച് സമയം അങ്ങോട്ട് പോയിരുന്നോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവനും അവിടെ ഇരുന്ന് ഫോണിലെല്ലാം നോക്കുകയാണ് ആ ഒരു ബ്രേക്ക് സമയത്ത്. അപ്പോൾ അമാന അവിടെ പോയിരുന്നു. അവൾക്ക് ഒരാശ്വാസമായിരുന്നു. ഉമ്മയെ വിളിച്ച് ഒന്ന് സംസാരിക്കണം, ഇവിടെ എന്തായി എന്നെല്ലാം അറിയാതെ ഉമ്മ ടെൻഷൻ അടിച്ച് ഇരിക്കുകയായിരിക്കും എന്നെല്ലാം അവൾ വിചാരിച്ചു. അങ്ങനെ അവൾ റസിയാക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ റസിയ അന്ന് വീട്ടിൽ നമ്മുടെ ജമീലത്ത അവളെ വഴക്ക് പറഞ്ഞിരുന്നു. അതെല്ലാം അവളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, സാരമില്ല ഉമ്മ, ഉമ്മാൻ്റെയും എൻ്റെയും എല്ലാം കഷ്ടപ്പാടിന് ഒരു അറുതി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എൻ്റെ ജോലിയെല്ലാം ശരിയായി ഒക്കെ നല്ല നിലയിലാവട്ടെ, ഉമ്മ വിഷമിക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഉമ്മാൻ്റെ സങ്കടം കേൾക്കുമ്പോൾ നമ്മുടെ അമാനക്കും ചെറുതായിട്ട് സങ്കടം വരും. അങ്ങനെ അവളിങ്ങനെ കണ്ണുനീര് തുടക്കുന്നത് ആ ഒരു ഗ്ലാസിൻ്റെ അകത്തുകൂടി നമ്മുടെ സെയിൻ കണ്ടു. എന്നാലും അവന് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്തൊക്കെയോ ഒരു സങ്കടം ഉള്ളിൽ തട്ടിക്കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. അതുമാത്രമല്ല, അവൻ ശ്രദ്ധിച്ചിരുന്നു പാർക്കിൽ നിന്നും ആദ്യമായി അവർ പാർക്കിൽ നിന്നാണല്ലോ കണ്ടത്. മറ്റുള്ളവർ എൻജോയ് ചെയ്യുമ്പോഴും ആഘോഷിക്കുമ്പോഴും അവളും അവളുടെ ഉമ്മയും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്നിലും പങ്കെടുക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നതും അതിനിടയിൽ വന്ന് നമ്മുടെ ഹമീദ അവളെ കൊണ്ടുപോകുന്നു, വീണ്ടും അവിടെ തന്നെ സങ്കടപ്പെട്ടിരിക്കുന്നതും എല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവൾക്ക് അവിടെ ജോലി കൊടുത്തത്. കാരണം ഒന്നാമത് തൻ്റെ പെങ്ങളെ ചെറിയ ആ മോനെ രക്ഷിച്ചതും, രണ്ടാമത് ഈ പെൺകുട്ടി എന്തെല്ലാമോ ഒരു സങ്കടമുള്ള വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. സങ്കടം ഉള്ളിലൊതുക്കി വളരെ നിഷ്ഠയായൊരു പെൺകുട്ടിയും അവളുടെ ഉമ്മയും, ആ ഒരു സ്നേഹം കൂടി അവളോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാബിനിൽ നിന്ന് അവളുടെ ആ ഒരു ബ്രേക്കെല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും ജോലിയിലേക്കായി വന്നപ്പോൾ അവൻ കണ്ടിരുന്നു കരഞ്ഞ് അവളുടെ ആ ഒരു കണ്ണുകൾ. എന്നാലും അവൻ എന്താണെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അവളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനും പെട്ടെന്ന് അങ്ങനെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും തനിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല. എങ്കിലും അവൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിൽ ഉണ്ട് എന്ന് അവന് മനസ്സിലായി.
ആ ഒരു സങ്കടം മാറി അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അവൻ അവളോട് പറഞ്ഞു, ആ അമാന, അപ്പോൾ നിൻ്റെ സാലറിയുടെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. നീ എന്ത് സാലറിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, സാർ, എനിക്ക് ഈ ഒരു ജോലി തന്നെ വലിയൊരു ആശ്വാസമാണ്. സാർ എന്താണ് തരുന്നത് എങ്കിൽ അത് ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ ട്രെയിനിങ് പീരിയഡാണ്. ഈ ഒരു സമയത്ത് നിനക്ക് 30,000 രൂപ സാലറി ഉണ്ട്. പിന്നീട് നിൻ്റെ പെർഫോമൻസിനനുസരിച്ച് അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് നീ നല്ല രീതിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് തന്നെ അത് 40 ആകും. പിന്നെ 6 മാസം കഴിഞ്ഞാൽ അത് 50 ആകും. അങ്ങനെ ഞാൻ നിനക്ക് കൂട്ടി തരും. നിൻ്റെ പെർഫോമൻസ് പോലെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കൃത്യനിഷ്ഠത, സത്യസന്ധത, അതുപോലെ തന്നെ നിൻ്റെ ജോലിയിൽ നീ നല്ല ആത്മാർത്ഥത പുലർത്തി ചെയ്താൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ഈ കമ്പനിയിലൂടെ രക്ഷപ്പെടാം എന്നെല്ലാം അവൻ പറഞ്ഞു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പടച്ചോനെ, ഈ ഒരു ട്രെയിനിങ് സമയത്ത് തന്നെ 30,000 രൂപ സാലറിയോ? താൻ പ്രതീക്ഷിച്ചത് ഒരു 15-20, അതിൽ കൂടുതലൊന്നും താൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയാണല്ലോ, അൽഹംദുലില്ലാ അവൾ മനസ്സിൽ പടച്ചവനെ സ്തുതിച്ചു. താങ്ക് യു സാർ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവൾ അവനോട് നന്ദി പറയുകയാണ് ചെയ്തത്.